HML എസ്റ്റേറ്റിൽ കൂലിപ്പണിയായിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ പാടിയിലായിരുന്നു നമ്മളെ ഫാദറും മദറൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കഷ്ടപ്പെട്ട് കാരണം നമ്മളൊക്കെ ഇങ്ങനെ ആയത്. പിന്നെ നമ്മളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസവും നമുക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ഈ നാടിന് ഞങ്ങളിങ്ങനെ ആക്കിയെടുത്തത്. ഞങ്ങളെല്ലാവരും നല്ല വീടും നല്ല കാറൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഒറ്റൊരു കുറച്ച് സമയം കൊണ്ട് അതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോയത്. ഇപ്പം നഷ്ടപ്പെട്ടത് ഇതാ ഇവൻ്റെ ഒക്കെ ഇനിയും 10-12 ആൾക്കാർ ഇനിയും കിട്ടാണ്ട് നമുക്ക്. പക്ഷെ ആ ലോസൊന്നും ഒരാൾക്കൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയാതെ നഷ്ടപ്പെട്ടത് ഒരാൾക്കും തിരിച്ചു തരാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരേ ഒരു റിക്വയർമെൻ്റ് ഉള്ളൂ, ഒരേ റിക്വസ്റ്റ് നിങ്ങളോടൊക്കെ. കാരണം നമുക്ക് ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റല്ല. കാരണം ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു കോറിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യവാസം ഒരാൾ മമ്മൂട്ടി കൊണ്ട് പോലും അങ്ങോട്ട് പോയിട്ടില്ല. ആ പൊട്ടി വന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ഇടപെടലും കൊണ്ട് സംഭവിച്ചല്ല. അന്ന് 200 ചില്ലറ മില്ലിമീറ്റർ റെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ 10-60 വർഷമായിട്ട് 10-70 വർഷമായിട്ട് ആളുകൾ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രായമുള്ള ആളുകൾ പറയും ഞങ്ങളോട്, ഇതിനു മുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവർ പറയും ഇത് മഴ പെയ്യുന്നുണ്ട് കൂടുതലുണ്ട് മാറി. നിങ്ങൾ മാറ്റാറുണ്ട് എല്ലാ വർഷവും. ഞങ്ങളൊക്കെ ഇവിടെ യൂത്ത് ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകരൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഇടപെട്ട് നമ്മളിവിടെ നിന്നൊക്കെ മാറി താമസിപ്പിക്കാറുണ്ടായിരുന്നു. അത് അന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളെ വീട്ടുകാരൊന്നും പോവില്ലായിരുന്നു. ഞങ്ങളെ സ്വന്തം വീട്ടുകാരാണ് പോയതെല്ലാം. 7, 8, 9, 10 ആൾക്കാർ വരെ നമുക്ക് ഇനിയും ഓരോ കണ്ടു കിട്ടാനുണ്ട്. സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോസ് ഒരാൾക്കും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടുന്ന് വീട് പോയ കുറേ ആളുകൾ സർക്കാരിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ അവർ ഇതെല്ലാം ആ ലിസ്റ്റാണ്. ഇപ്പോൾ പോയതിൻ്റെ ലിസ്റ്റാണ് ഞങ്ങളെ കയ്യിലുള്ള അക്യുറേറ്റ് ഡാറ്റയാണ്. ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഇവിടെ 149 ആളാണ് മരിച്ചിട്ടുള്ളത്. അതിൽ പുരുഷന്മാർ 64, സ്ത്രീകൾ 63, കുട്ടികൾ 22. ആകെ വീടുകൾ, HML പാടികൾ ഇതെല്ലാം ഞങ്ങൾ ലിസ്റ്റിലുണ്ട്. പക്ഷെ ഇവിടെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്ന ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് KCBൻ്റെ ലിസ്റ്റ് എടുക്കും, അതല്ലെങ്കിൽ പഞ്ചായത്തിലെ വീടിൻ്റെ നമ്പർ ലിസ്റ്റ് എടുക്കും. ഈ 2 ലിസ്റ്റിലും പെടാത്ത ചില ആളുകളുണ്ട് ഇവിടെ. കാരണം 5 സെന്റ് ഭൂമി മാത്രമുള്ള ആളുകൾ, അവരുടെ ജീവിതകാലത്തിന്റെ മൊത്തം സമ്പാദ്യമാണ് ആ 5 സെന്റ്. ഈ മുണ്ടക്കായ് ഇല്ലാതാവുന്നതോട് കൂടി അവർ ആ ഒതും പോകും. അപ്പോൾ അവരെയും കൺസിഡർ ചെയ്യണം. ഉറപ്പായിട്ട് ചെയ്യിപ്പിക്കാം നമുക്ക്. ഇതിപ്പോൾ പഞ്ചായത്തിനോട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള ലിസ്റ്റും സർക്കാരിൻ്റെ കയ്യിലുള്ള ലിസ്റ്റും മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് അവരുടെ കയ്യിലില്ലാത്ത മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ പഞ്ചായത്തിൻ്റെ ഉള്ളതും കൂടി കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ KSCB വഴിയും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴിയും പഞ്ചായത്ത് ഓഫീസ് വഴിയും ഉണ്ടായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള ലോക്കലായിട്ടുള്ള ഇത് അതുകൂടി നമുക്ക് ആഡ് ചെയ്യിപ്പിക്കാം. ഒരാൾ പോലും ഇവിടെ നിന്ന് ഒരു നഷ്ടം വന്നിട്ട് ആൾക്ക് ഒരു കോമ്പൻസേഷൻ ഒന്നും കിട്ടാതെ ഒരു കാരണവശാലും ഇരിക്കില്ല. നമ്മൾ പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഓരോ ഫാമിലിക്കും ഓരോ തരത്തിലുള്ള പാക്കേജാണ്. ചില വീട്ടിൽ കുട്ടികൾ മാത്രമേ അല്ലേ, അത് വേറെ പാക്കേജാണ്. ഏണിംഗ് മെമ്പേഴ്സ് പോയവരുണ്ട് പല കുടുംബത്തിലും. അവരെ വെറുതെ കൊണ്ടേ വീട്ടിൽ താമസിപ്പിച്ചാൽ മതിയാണ്, അവിടെ വേറെ സംവിധാനം ഉണ്ടാക്കണം. പിന്നെ ഗ്രാൻഡ് പാരൻസും മാത്രമുണ്ട്, മക്കളും കൊച്ചുമക്കളും പോയവർ, അവരെന്ത് ചെയ്യും, ജീവിക്കാൻ മാറും. അപ്പോൾ അതിനെല്ലാം ഓരോന്നിനും ഓരോ പാക്കേജ്. പിന്നെ പഠിപ്പിക്കാനുള്ള കുട്ടികളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളാണ് ആദ്യത്തെ ഒരു നിർദ്ദേശം വെച്ചത്. അതായത് ഒരു ടൗൺഷിപ്പ് മോഡലിൽ ഒരുമിച്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞത് വെറുതെ ഈ 3 സെന്റ് സ്ഥലം കൊടുത്തിട്ട് 4 ലക്ഷം രൂപയുടെ അല്ല, നമ്മൾ തന്നെ പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഒരു 100 വീടിന്റെ, ഈ 400 100 വീടിന്റെ ടൗൺഷിപ്പാണ്. അത് തന്നെ 10-15 ഏക്കറിൽ സ്കൂള്, ഒരുമിച്ചൊരു ഹോള്, അംഗൻവാടി ഉൾപ്പെടെ പൊതു ഇടങ്ങൾ, കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇതുകൂടി ഒരുമിച്ചാണ് നമ്മൾ തന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ചെയ്യാന്ന് പറയും. അപ്പോൾ ഗവൺമെൻറ്റും ആ വഴിയിലാണ് ചിന്തിക്കുന്നത്. നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ ചെയ്ത് 4 ലക്ഷം രൂപ കൊടുത്ത് വീടുണ്ടായിക്കോളാൻ പറഞ്ഞ രീതിയിലല്ല. നമ്മൾ തന്നെ 8 ലക്ഷം രൂപയാക്കി വീട്. ഗവൺമെൻറ് 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 8 ലക്ഷം രൂപ ഒരു വീടിന് തരാമെന്ന് പറഞ്ഞത് നല്ല വീട് വെച്ച് താമസിക്കാൻ വേണ്ട, ഇത് വൃത്തിയല്ല. നല്ല വീട് ഒരു 500, 540, 550 സ്ക്വയർ ഫീറ്റ് വീട് 8 ലക്ഷം രൂപയ്ക്ക് വെക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും കേസുകൾ, കുട്ടികളുടെ കേസോ പ്രധാനപ്പെട്ട ആളുകളുടെ കേസോ സ്ഥലം നഷ്ടപ്പെട്ട ആളുകളുടെ കേസോ ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഏത് മിസ്സിംഗ് കേസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടിച്ച് ആഡ് ചെയ്യാം.
ഇനി സർക്കാരിൻ്റെ മാനദണ്ഡം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാറ്റിയാൽ നമുക്ക് വേറെ സമയം ഉണ്ടാക്കാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് വരണം. നമ്മൾ കൂടി വെച്ചേക്കുന്ന സജഷൻ അതാണ് വെച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ലിവിങ് നമ്മളാണ് ആദ്യം അത് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ വെച്ച സജഷനാണ് ആദ്യം. ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച സജഷനാണ്. കമ്മ്യൂണിറ്റി ലിവിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കേട്ടോ, സർവൈവ് ചെയ്ത ഇൻസ്റ്റൻസ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നിങ്ങൾ ഒരുമിച്ച് എന്റെ മുമ്പിൽ നിന്നോ, നിങ്ങൾക്ക് എല്ലാ ബാക്കപ്പും തരാം, എല്ലാ സഹായം തരാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും എത്തിച്ചേരാം. ഫോണിൽ വിളിച്ചാൽ മതി, രാഹുലായിട്ടൊന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് ചെയ്താൽ മതി. എന്നെ എങ്ങനെ ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ രാഹുലിനോട് പറഞ്ഞാൽ മതി. എന്ത് കാര്യം വേണമെങ്കിലും എത്തിച്ചേരാം. എടാ, ഒറ്റയ്ക്കാവില്ല ഒരു പ്രാവശ്യം കാരണവശാലും. എടാ, ധൈര്യമായിട്ടിരിക്കുക. എന്ത് നിയമവും മാനദണ്ഡത്തിനൊക്കെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിഹരിച്ചോളാം. നമ്മൾ ഇറങ്ങി വന്നിട്ട് പരിഹരിച്ചോളാം. ഒരു വാക്കല്ല. ധൈര്യമായിട്ടിരുന്നു. ഞാനിത് പറഞ്ഞാൽ ഫേസ് ചെയ്താണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒറ്റയടിക്ക് 2000 വീടാണ് തകർന്നത്. ഫുൾ തകർന്നു. ഒരു നിയോജകമണ്ഡലം 2000 വീട് മുഴുവൻ തകർന്നു. 3000-ലധികം വീടും പാർഷ്യലി ഡാമേജാണ്. നമ്മളതെല്ലാം മറികടന്നു. എനിക്ക് അതിൻ്റെ ഒരു വിഷമം. ഇത് കുറെ കൂടി ഇത്തരം ഇതിപ്പോൾ ആളുകൾ കൂടി നഷ്ടപ്പെട്ട, അതിൻ്റെ ആൾ നഷ്ടപ്പെട്ടില്ല, 5-6 പേര് പോലും. ഇത് ഇത്രയും പേര് പോയത്. അപ്പോൾ അതിൻ്റെ ഗൗരവമുണ്ട്. അതിൻ്റെ ഗൗരവത്തിൽ സാധാരണ ചെയ്യണ പോലെയല്ല, നമ്മൾ ഫോളോ അപ്പ് ചെയ്തോളാം. നമ്മൾ തന്നെ വീണ്ടും വന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് വന്നത് അവിടെ ഇരുന്ന് ഇദ്ദേഹം ഇവിടെ തിരക്കായതുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അവരൊക്കെ ഉണ്ട്, നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. സാർ, അതിനൊരു നന്ദി പറയാം. കാരണം നിങ്ങൾ ചെയ്ത സപ്പോർട്ട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഞങ്ങളൊന്ന് സ്റ്റക്കായി പോയി. ആ സമയത്ത് നമ്മളൊക്കെ ആദ്യത്തെ ദിവസം തന്നെ വന്നു. ആ സപ്പോർട്ട് ഞങ്ങൾ നമ്മൾ ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കിയില്ല. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഒരു വിവാദം പോലെ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയില്ല. വിവാദം ഉണ്ടാക്കിയ ദോഷം തന്നെ നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ അവസാനത്തെ ആളിനെ വരെ ഫീസ്, കുട്ടികളുടെ ഇത്, പഠിത്തം, എല്ലാത്തിനും ചെറിയ കാര്യത്തിൽ വരെ ഇടപെട്ടോളാം. ഞങ്ങൾ തന്നെ